ഹായ് ഓൾ, എബിഡി സാറാണേ. മക്കളെ, ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ 10th CBSE നിങ്ങൾ ഫസ്റ്റാണ് ബോർഡ് എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചെറിയ മാസങ്ങൾ, വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. ഇതിൽ പല മക്കളും നമ്മുടെ ലൈവിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റേഴ്സിനൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാം, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏത് ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിൽ നമ്മുടെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ഇൻഫോം ചെയ്യാൻ നിൽക്കുകയാണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഒരൊറ്റ പേപ്പറിൽ പല ഭാഗങ്ങളായിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മേ ബി 27th ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ആയിരിക്കാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് 4 പാർട്ടുകളായിട്ട് തന്നെ, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 4 പാർട്ടുകളായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹിസ്റ്ററി, ദെൻ ജിയോഗ്രഫി, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, ദെൻ ഇക്കണോമിക്സ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് ഹിസ്റ്ററി എല്ലാ ടോപ്പിക്കുകൾക്കും, ഈ പറയുന്ന 4 ടോപ്പിക്കുകൾക്കും 20 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റേജ് വരുന്നത്. അതിൽ തന്നെ ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കും നമുക്ക് വരാൻ സാധ്യത, അല്ലെങ്കിൽ വെയിറ്റേജ് നമുക്ക് വരാൻ സാധ്യത. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 5 to 7 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം വരാം. ഓക്കെ, ടോട്ടൽ 20 മാർക്സ് ആണുള്ളത്. അതിൽ 5 to 7 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 മാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് കാണാൻ പറ്റും. അതേപോലെയുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റ്സും ഗാന്ധിയുടെ ഏർലി മൂവ്മെൻറ്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്ററിനും ഓൾമോസ്റ്റ് 5 to 7 ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ചാപ്റ്റർ ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ്, കമ്പാരേറ്റീവ്ലി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. കാരണം ഈ ഒരു ചാപ്റ്ററിലെ ചെറിയൊരു ഭാഗം മാത്രമേ, ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റഡ് പോർഷൻ ആണെന്ന് മക്കൾക്ക് കാണാൻ പറ്റും. ഒരു ഫസ്റ്റ് ടോപ്പിക്കും അതിൻ്റെ 3 സബ് ടോപ്പിക്സും മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് 2 to 3 മാർക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളത്. അത്ര ചെറിയ ഭാഗം പഠിച്ചാൽ തന്നെ 3 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ പറയാറുണ്ട് സിൽക്ക് റൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ സാമ്പിൾ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷം അനലൈസ് ചെയ്യുകയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ദ ഫൈനൽ ചാപ്റ്റർ ആയിട്ട് വരുന്നത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് ആണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ 4th ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. പല മക്കളും ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, സാറേ 4th ചാപ്റ്റർ ഉണ്ടോ എന്നുള്ളത്. 4th ചാപ്റ്റർ ഇല്ല. പിന്നീട് വരുന്നത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ള 5th ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 5 മാർക്കാണ്. ഓൾമോസ്റ്റ് 5 to 6 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ തന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് ഏറ്റവും കൂടുതൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ളത്. ഈ പ്രാവശ്യം നമ്മുടെ സാമ്പിൾ പേപ്പറിലും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ 6, 6, 3, 5 20 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലേക്ക് എടുക്കുമ്പോൾ 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ 20 മാർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 ചാപ്റ്റേഴ്സിന് 3 മാർക്ക്, 3 to 4 മാർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്റർ മക്കൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിനാണ്. ഓൾമോസ്റ്റ് 5 to 6 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഷെയറിംഗ് എന്ന് മാത്രം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളത്. ഈ 2 ചാപ്റ്റേഴ്സാണ് ഈ പറയുന്ന പകുതിയോളം ക്വസ്റ്റ്യൻസും, അതായത് പകുതിയോളം മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ 20ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10+ സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ 2 ചാപ്റ്റേഴ്സിന് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫെഡറലിസം, അതുപോലെ തന്നെ ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, അതുപോലെ തന്നെ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി, ഈ 3 ചാപ്റ്റേഴ്സിൽ നമുക്ക് 3 മുതൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 40 മാർക്സ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്ററി പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജിയോഗ്രഫിയുടെയും ഇക്കണോമിക്സിൻ്റെയും നമ്മുടെ അടുത്ത വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ മക്കളിലേക്ക് മുമ്പിലേക്ക് വരും. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടും ഏതൊക്കെ ഭാഗത്തിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ മക്കൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ സൈലം, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര CBSE. പല മക്കളും ഇതിൻ്റെ ഭാഗമാണ്, എന്നാലും സ്റ്റിൽ ചില മക്കൾക്കെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ജോയിൻ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈം കൂടിയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാനൊക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാരംഭത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരുന്നു അല്ലേ. 15% ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നത്. വീഡിയം 15 എന്നുള്ള കൂപ്പൺ കോഡ് റെഡീം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ചിൽ 15% റിഡക്ഷൻ നേടിക്കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം മക്കൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്ത് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെറ്റീരിയൽസും അവൈലബിൾ ആക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടി അതിന് ആവശ്യമാണ്. അപ്പോൾ അതും കൂടി മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക നമ്മുടെ Xylem കൂടെ ചേരുക. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്സും ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ബൈ.